പക്ഷേ മാരേജിൻ്റെ അന്ന് മുതൽ ഹസ്ബൻഡും വൈഫും വോളണ്ടറിലി അവരുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വില്ലിങ് ആയിരുന്നു ഫങ്ഷനിങ് ആയിട്ടുള്ള മാരേജസിലൊക്കെ തന്നെ. ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എത്ര ഫാമിലികളിലുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. അവരുടെ ലൈഫിൻ്റെ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പർപ്പസിൻ്റെ ഒരു മീനിങ് കണ്ടെത്തുന്നതിനുള്ള ഒരു സോഴ്സാണ് ആക്ച്വലി മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ മാരിറ്റൽ കോൺഫ്ലിക്ട്സ് കൂടി വരുന്നതായി നാം കാണാറുണ്ട്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് SUT ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നിതിനാണ്. വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാരിറ്റൽ കോൺഫ്ലിക്ട്സ്, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഡിവോഴ്സിലേക്ക് പോകുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എന്തായിരിക്കും ഇതിനുള്ള ഒരു കാരണം? പ്രധാനമായിട്ടും മാരേജിന് മുന്നേ ഇവർ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രീവാലൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാരണം മാരേജിന് മുന്നേ ഇല്ലാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യും. മാരിറ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിയാലിറ്റി വളരെ ഡിഫറൻ്റ് ആയിട്ട് വരികയും അപ്പോൾ അത് മാച്ച് ചെയ്ത് പോകാതെ വരുമ്പോൾ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് 1000 കള്ളം പറയണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടത്തിയതിന് ശേഷം ആ ഒരു മൊമെൻ്റ് അല്ല ആക്ച്വലി മാരേജ് എന്ന് പറയുന്നത്. അതൊരു വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു സെറമണി ഒരു ദിവസം കൊണ്ട് തീരുന്നുവെങ്കിലും ത്രൂ ഔട്ട് ദ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് പല രീതിയിലുമുള്ള ഒരു ഡ്രിഫ്റ്റിന് കാരണമാകുന്നതായിട്ട് കാണുന്നത്. എന്നാൽ പണ്ട് കാലത്ത് അതായത് ഇപ്പോഴത്തെ ജനറേഷനിലാണ് ഈ ഒരു മാരിറ്റൽ കോൺഫ്ലിക്ട്സ് കൂടുതലും കാണുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ പണ്ട് കാലത്തുള്ളവർ സാധാരണ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ, ഒന്ന് നേരെ മുഖം പോലും കാണാതെയായിരിക്കും അവരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് എന്തായിരിക്കും ആ ഒരു ഡിഫറൻസ് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി അന്ന് ആൾക്കാർ വോളണ്ടറി ആയിട്ട് അവരുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വില്ലിങ് ആയിരുന്നു. അപ്പം പണ്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നു, അവർ രണ്ടുപേരും കാണുന്നു, പിന്നെ അതിനുശേഷം പ്രോബ്ലി മാരേജിൻ്റെ അന്നായിരിക്കും കാണുന്നത്. പക്ഷേ മാരേജിൻ്റെ അന്ന് മുതൽ ഹസ്ബൻഡും വൈഫും വോളണ്ടറിലി അവരുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വില്ലിങ് ആയിരുന്നു ഫങ്ഷനിങ് ആയിട്ടുള്ള മാരേജസിലൊക്കെ തന്നെ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്നത്, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ലതാണ്. ഇപ്പം നമ്മൾ മീറ്റ് ചെയ്ത് തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ ഡീറ്റെയിൽ ആയിട്ടും ലോങ്ങറായിട്ടും ഡീപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് പറയുകയും ഓണസ്റ്റ് ആയിട്ടും അൺറിയലിസ്റ്റിക് ആയിട്ടും ഉള്ള കാര്യങ്ങൾ പറയുക, എക്സാജുറേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പിന്നീട് ഒരു ഡിസ്പാരിറ്റി നോട്ടീസ് ചെയ്യപ്പെടുമ്പം പിന്നെ അവർ ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധം ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് അവരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മുമ്പ് ആദ്യം സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോവാം, ഇത് ചെയ്യാം, അത് ചെയ്യാം എന്ന് പറഞ്ഞ് കുറെ ഇത് കൊടുക്കുന്നു, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കല്യാണത്തിന് ശേഷം ഇതൊന്നും വരാതെ ആകുമ്പോൾ നടപ്പിലാക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നത് അല്ലെ. അത് മാത്രമല്ല, ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് മാത്രമല്ല, ആത്മഹത്യ കൂടുതലായിട്ടും വരുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, ദേഹോദ്രവം ചെയ്ത് വീട്ടുകാരായിരുന്നാലും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ലെവലിലേക്കൊക്കെ ഈ ഒരു മാരേജ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെ കാണുന്നതെന്ന് തോന്നാറുണ്ട്? നമ്മുടെ കൾച്ചറിലൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് ഇന്ത്യയിൽ കുടുംബജീവിതം ലോകത്തിലെ ഏറ്റവും ബെറ്റർ ആണെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് റേറ്റൊക്കെ കുറവ് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എത്ര ഫാമിലികളിലുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ പലരും ഡിവോഴ്സിലേക്ക് പോവാതിരിക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ അവരുടെ ഇടയിൽ എന്താ പറയുക, വളരെ ട്രാൻസെൻഡിങ് ആയിട്ടുള്ള സാക്രഡ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടല്ല പലപ്പോഴും. അതെ 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 പക്ഷെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ല നമ്മുടെ മാരിറ്റൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവരുടെ ലൈഫിൻ്റെ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു
പർപ്പസിൻ്റെ ഒരു മീനിങ് കണ്ടെത്തുന്നതിനുള്ള ഒരു സോഴ്സാണ് ആക്ച്വലി മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസും പവറും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാരേജ് മാറുമ്പോഴാണ് ഇത് വലിയ രീതിയിലുള്ള അൺഎത്തിക്കലായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിട്ട് മാറുന്നത്. അങ്ങനെ വരുമ്പം ഇവർ പരസ്പരം തർക്കത്തിലേക്കും അടിയിലേക്കും വലിയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് വലിയ കോൺഫ്ലിക്റ്റും വലിയ രീതിയിലുള്ള ഒരു കോൺസിക്വൻസിലേക്കായിട്ടാണ് പോകുന്നത്. അതാണ് പലപ്പോഴും ഇത്തരം രീതിയിൽ ഒരു ഡ്രാസ്റ്റിക് എൻഡിലേക്ക് എത്തുന്നത്. ഇതിന് പേരൻസിന്റെ ഒരു സപ്പോർട്ട് കൂടുതലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ഡോക്ടേഴ്സിന് പല കേസസ് എടുക്കുമ്പോഴും? ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനറലി നമ്മുടെ മാരിറ്റൽ ലൈഫുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പല കേസുകളിലും മാരിറ്റൽ ലൈഫിൻ്റെ ഫസ്റ്റ് ഹാഫിൽ മാരേജിന് ഹാംഫുൾ ആയിട്ട് നിൽക്കുന്നത് അവരുടെ പാരൻസ് ആണ്. കാരണം പാരൻസ് ഓവറായിട്ട് ഇവരുടെ കാര്യങ്ങളിൽ ഇന്റർവെൻഷൻ ചെയ്യാൻ വരുമ്പോൾ, ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പലപ്പോഴും പാരൻസ് നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കൂടുതലും പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വരുന്നത്. പക്ഷെ ഹസ്ബൻഡ് പ്രോപ്പറായിട്ട് പാരൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് വൈഫിനോട് കൂടെ അറ്റാച്ച്ഡ് ആവുന്ന ഒരു പ്രോസസ്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടക്കുന്നത് കുറവായിട്ടാണ് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ പാരൻസ് വൈഫിനെയും കൂടെ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇവരുടെ മാരിറ്റൽ ലൈഫിനകത്തേക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ പലപ്പോഴും ഹസ്ബൻഡ് ഇത് തിരിച്ചറിയുന്നില്ല. ഇതൊരു ശരിയായ രീതിയാണ്, അവർക്കും ഇതിനകത്ത് ഇടപെടാനുള്ള അവകാശം ഉണ്ടെന്നാണ് പല ഹസ്ബൻഡ്സും വിചാരിക്കുന്നത്. പക്ഷെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഇത് വൈഫും ഹസ്ബൻഡും തമ്മിൽ ഒരിക്കലും ചേരാൻ പറ്റാത്ത വിധം അകന്നു പോകും. അപ്പോഴായിരിക്കും ഹസ്ബൻഡ് അറിയുന്നത്, ഈ പാരൻസ് ഇടപെട്ടത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന്. പക്ഷെ ആ ഒരു മൊമെന്റിൽ നമുക്ക് ഇവരുടെ ഇടയിൽ ഓൾറെഡി വലിയ രീതിയിലുള്ള ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നത് കാരണം ഇവരെ ഒന്നിപ്പിക്കാൻ പറ്റാത്ത വിധം അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായും. അതായത് മാരേജിന് ശേഷം ഹസ്ബൻഡ് വൈഫിനും വൈഫ് ഹസ്ബൻഡിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രയോറിറ്റിയിലുള്ള ചേഞ്ച് വരുമ്പോഴാണ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പം എല്ലാ കാര്യങ്ങളും ഓണസ്റ്റായിട്ടും ഓപ്പണായിട്ടും ട്രാൻസ്പാരൻ്റ് ആയിട്ടും നമ്മുടെ സ്പൗസിനോട് പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഡെയിലി അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മറച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ആക്ച്വലി മാരിറ്റൽ ലൈഫ് പ്രോമിസ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഫങ്ഷനിങ് ലെവലിൽ അത്തരത്തിൽ ഫങ്ഷനിങ് ആയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മാരേജ് ഒരു ഡിസാസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഡീമോണിക് ആയിട്ട് അൺമാരിഡ് ആയിട്ടുള്ള യങ്ങർ വിമൻ്റെ മുന്നിലേക്ക് ഇത് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കേണ്ട എന്നുള്ള തോന്നൽ പലപ്പോഴും വരുന്നത്. ഡോക്ടറെ, ഇപ്പോൾ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് അഡ്വൈസ് കൊടുക്കാം ഇങ്ങനെ ഒരു മാരിറ്റൽ കോൺഫ്ലിക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്? മാരേജ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും പരസ്പരം സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഓണസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. രണ്ടാമതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് മാറ്റിവെക്കാതെ ഇൻറ്റിമസി കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം പലപ്പോഴും മാരിറ്റൽ ലൈഫിൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം കാണുന്നത് ഇൻറ്റിമസി കുറയുകയാണ്, പിന്നെയാണ് കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ കോൺഷ്യസ്ലി ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് ലോങ് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷനെയാണ് ആക്ച്വലി കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻറ്റിമസി, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ്, ഇത് മൂന്നും ഇത് മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മാരിറ്റൽ ലൈഫിൽ കാണുന്നത്. ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ലൈഫാണ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയുക. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.